ചില ആൾക്കാരിൽ നമ്മൾ ഒരു പല്ലിൻ്റെ കളർ മാത്രം ചിലപ്പോൾ ഒരു ബ്ലാക്ക് കളറോ അല്ലെങ്കിൽ ഒരു യെല്ലോ കളറോ ആയിട്ട് കാണാറുണ്ട്. ബാക്കി പല്ലുകൾക്കൊന്നും പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പല്ല് മാത്രം ബ്ലാക്ക് കളറായിട്ട് മാറുന്നത്? അത് ആ പല്ല് നമുക്ക് ആ ബ്ലാക്ക് കളറായിട്ടുള്ള പല്ല് ഡെഡാണ്, അതായത് ജീവനില്ല എന്നുള്ളതാണ് അതിൻ്റെ ബ്ലാക്ക് കളർ സൂചിപ്പിക്കുന്നത്. അത് ചിലപ്പോൾ പണ്ട് എപ്പോഴെങ്കിലും നമ്മളുടെ പല്ലിന് നമ്മളിപ്പം വീണിട്ട് പല്ല് തട്ടുകയോ അല്ലെങ്കിൽ ശക്തിയായിട്ട് എന്തെങ്കിലും വന്ന് ചിലപ്പോൾ നമ്മുടെ പല്ലിൽ ഇടിക്കുകയോ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ആ ഇടിയുടെ ആഘാതം മൂലം പല്ലിൻ്റെ ഉള്ളിലുള്ള ഞരമ്പുകൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നശിച്ചു പോവുകയും കുറച്ചു കാലം കഴിയുമ്പോൾ ആ ജീവനുള്ള പല്ല് ജീവനില്ലാത്തതായിട്ട് മാറുകയും ചെയ്യും. അപ്പോൾ ഈ ഡെഡായിട്ടുള്ള പല്ലാവുമ്പോഴാണ് ആ പല്ലിൻ്റെ കളർ പതുക്കെ മാറി ബ്ലാക്ക് കളറാവുന്നത്. അങ്ങനെ ഒരു പല്ലിൻ്റെ മാത്രം കളർ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ കാണുകയും നമ്മളൊരു എക്സ്റേ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും എന്താണ് പല്ലിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ആ ഉള്ളിലത്തെ ഇതൊക്കെ എടുത്ത് കളയുമ്പോൾ തന്നെ പല്ലിന് ചിലപ്പോൾ കളറ് മറ്റ് പല്ലുകളുടെ പോലെ ആവാം. അതങ്ങനെ ആയിട്ടില്ല എങ്കിൽ നമുക്ക് പിന്നെ ബ്ലീച്ചിങ് എന്ന ട്രീറ്റ്മെൻറ്റ് വഴിയോ അല്ലെങ്കിൽ നമുക്ക് വെനീർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്യാപ്പ് ഉപയോഗിച്ചോ തന്നെ നമ്മുടെ ആ പല്ലിൻ്റെ കളറ് ബാക്കിയുള്ള പല്ലിൻ്റെ അതേ കളറിലേക്ക് തന്നെ നമുക്ക് വരുത്തുവാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പല്ലിൻ്റെ കളറിൽ ഒരു പല്ലിൻ്റെ മാത്രം കളറിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ പല്ലിന് എന്തോ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുകയും അത് എത്രയും പെട്ടെന്ന് തന്നെ ഡെന്റിസ്റ്റിനെ കണ്ടിട്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയും വേണം.